മൻ കി ബാത് മൂന്നാം സീസൺ ഉദ്ഘാടനവും വായനാ ദിനാചരണവും നിർവഹിച്ച് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് മുന്നിൽ അക്ഷരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി വാചാലനായി. മൻ കി ബാത് ക്വിസ് കോമ്പറ്റീഷൻ നൽകുന്നതിന് വലിയ സന്ദേശമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഘടകത്തിന്റെയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൻ കി ബാത് ക്വിസ് കോമ്പറ്റീഷന്റെ മൂന്നാം സീസണിന്റെയും വായനാ ദിനാചരണത്തിന്റെയും ഉദ്ഘാടനമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചത്. പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് മുൻപിൽ അക്ഷരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി വാചാലനായി. മൻ കി ബാത് ക്വിസ് കോമ്പറ്റീഷൻ നൽകുന്നത് വലിയ സന്ദേശമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അക്ഷരത്തിന്റെ പെരുമ ജീവിതത്തിൽ ഭക്ഷണം പോലെയും മറ്റെല്ലാ അംശങ്ങൾ പോലെയും വളരെ പ്രധാനമാണ്. മൻ കി ബാത്തിൽ അംശങ്ങൾ മാത്രം വിതറാനാണ് സാധിച്ചിട്ടുള്ളത്. ആ അംശങ്ങളെന്ന് പറയുന്നത് ഭരണത്തിൻ്റെ മാത്രം നിർവഹണമല്ല, സമൂഹത്തിലെ പെരുമ അർപ്പിക്കപ്പെടേണ്ട വ്യക്തികളും സംഘങ്ങളും ചേർന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വളർച്ചയുടെ തിളക്കം പകരുന്നതിനുള്ള സംഭാവനകളുടെ ഒരു പൂച്ചെണ്ട് കൂടി ആ പ്ലാറ്ററിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വായന എന്ന് പറഞ്ഞാൽ കേവലം അറിവ് സമ്പാദിക്കലല്ല, അത് സ്വാംശീകരിക്കൽ കൂടിയാണ്. സാധാരണ പറയാറുണ്ട്, തിങ്ക് ബിഫോർ യു സ്പീക്ക്, റീഡ് ബിഫോർ യു തിങ്ക് എന്നാണ് സാധാരണ പറയാറ്. നമ്മുടെ ചിന്തയെയും ബുദ്ധിയുടെയും ഒക്കെ വികാസം, അതിനെ സ്വാധീനിക്കുന്ന വലിയ ഘടകമാണ് വായന. ലോകത്തിലെ മഹാന്മാരായിട്ടുള്ള ആളുകൾ, ആ മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ അവരാക്കി മാറ്റിയതിൽ വായനയ്ക്ക് വലിയ പങ്കുണ്ട്. ഒരു കഥാപുസ്തകം എന്റെ സ്നേഹസമ്മാനം എന്ന പദ്ധതിയിലേക്ക് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന 5000-ഓളം പുസ്തകങ്ങൾ വിശിഷ്ട വ്യക്തികൾ സ്വീകരിച്ചു. വായനാ ദിന സന്ദേശം അറിയിച്ചുകൊണ്ട് പുസ്തകം അതിൽ മൺമറഞ്ഞ വിശ്വസാഹിത്യകാരന്മാരുടെ രൂപവും ഭാവവും ആവാഹിച്ച വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും ചടങ്ങിന് മാറ്റുകൂട്ടി. ജനം, തിരുവനന്തപുരം.